ഏകവിളത്തോട്ടങ്ങളുടെ അനിയന്ത്രിത വ്യാപനത്താൽ പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രത്യേകിച്ച് റാന്നിക്ക് പതിറ്റാണ്ടുകളായി നഷ്ടപ്പെട്ടു പോയ വിളസമൃദ്ധിയെ തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യവും അവശേഷിക്കുന്ന വയലേലകളിലെ ഇത്തരം കൂട്ടായ്മകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരമൊരു കാർഷിക സമൃദ്ധിയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് പ്രതിനിധികളും കൃഷിഭവൻ ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും ഒരുപോലെ പുല്ലൂപ്രമേലായിലെ നെൽകൃഷി കൂട്ടായ്മയിലേക്ക് അരിവാളേന്തിയത്. വൃശ്ചികം കടന്ന ധനുമാസ പുലരിയിലെ ഈ കന്നിക്കൊയ്ത്ത് അതുകൊണ്ട് തന്നെ ഏറെ ആകർഷകവുമായി. 1 ഹെക്ടറിൽ 45 ടൺ വരെ വിള ലഭിക്കുന്ന ഇരട്ടഞ്ഞാർ കൃഷിയായിരുന്നു പുല്ലൂപ്രമേലായിൽ വിളവിറക്കിയത്. 105 ദിവസം കൊണ്ട് വിള ലഭിക്കുന്ന ജ്യോതി എന്ന വിളയിനമായിരുന്നു വിളവിറക്കിയതും. കൃഷിഭവനും പുല്ലാട് കൃഷിഭവൻ വിജ്ഞാന കേന്ദ്രത്തിന്റെയും സഹകരണത്തോടെയായിരുന്നു കൃഷി. അങ്ങാടി പഞ്ചായത്ത് 9ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് നിലമൊരുക്കി വിളവിറക്കത്തിന് പാകപ്പെടുത്തിയത്. അതിനാൽ ഒരു നാടിന്റെ കൂട്ടായ്മ കൂടി പുല്ലൂപ്രമേലായിലെ ഈ കൊയ്ത്തുത്സവം മാതൃകയാകുന്നുണ്ട്. ഇന്നലെ രാവിലെ പാടവരമ്പത്ത് ചേർന്ന ചടങ്ങിൽ അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് മാത്യു ആണ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തത്. റാന്നി ബ്ലോക്ക് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ എബി എബ്രഹാം, പുല്ലാട് കൃഷി വിജ്ഞാന ഭവൻ പ്രോഗ്രാം കോർഡിനേറ്റർ CP റോബർട്ട്, അങ്ങാടി കൃഷിഭവൻ ഓഫീസർ റജീന, അങ്ങാടി പഞ്ചായത്ത് അംഗം കാർത്തികശ്രീ എന്നിവർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മുടെ കീഴിൽ 1150 സ്ക്വയർ കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് വൃദ്ധന്മാരും കൂടെ ഒത്തുചേർന്ന് യുവാക്കൾ മുൻകൈയെടുത്തു. വൃദ്ധന്മാരതിൻ്റെ കൂടെ നിന്നു. അത് അവരുടെ സന്മനസ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ അവരെ പ്രോത്സാഹനം, പിന്നെ KVKയുടെ അവരുടെ സ്ഥിരമായ അവരുടെ പ്രോത്സാഹനവും അവരുടെ വിസിറ്റുകളും കൊണ്ട് ഉണ്ടായവരും പിന്നെ ഇന്ന് നമ്മൾ കൊയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഈ ഡെമോൺസ്ട്രേഷൻ നമ്മൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം എടുത്താണ്. അപ്പം നമ്മൾ ഈ ഇരട്ടഞ്ഞാറാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു ഇൻ്റഗ്രേറ്റഡ് ക്രോപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ. ഇതിൻ്റെ ഒരു മെച്ചം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ജില്ലയിൽ പല സ്ഥലത്തും പരീക്ഷിച്ച് വളരെ വിജയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ജില്ലയുടെ ശരാശരി ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ 3-3.5 ടണ്ണാണ്. ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ വർഷം കുറ്റൂര് പഞ്ചായത്തിൽ ചെയ്തപ്പോൾ ഏകദേശം 6.5 ടണ്ണോളം നമുക്ക് ഉൽപ്പാദനം ഒരു ഹെക്ടറിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷിഭവൻ്റെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നിന്നുള്ള അവരുടെയും താല്പര്യപ്രകാരം പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് പുതിയ വിത്തുകൾ കൊണ്ടുവരികയും അതനുസരിച്ച് പുതിയ സംവിധാനത്തോടുകൂടി പുതിയ രീതിയിലുള്ള പുതിയ സിസ്റ്റത്തോടുകൂടി SRI എന്നുള്ള നെൽവിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഹെക്ടറിന് 6500 ടൺ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് കൃഷിഭവൻ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ ടെസ്റ്റ് എന്ന നിലയിൽ ഇവിടെ 1 ഏക്കർ ഭൂമി പുതിയ രീതിയിലുള്ള SRI പ്രകാരമുള്ള തൈകൾ നടുകയും ഇവിടെ പറഞ്ഞ് മനസ്സിലായിടത്തോളം ഒരു മൂട്ടിൽ നിന്നും 40 മുതൽ 45 വരെയുള്ള ചെനപ്പുണ്ടായിട്ട് ഏതാണ്ട് നല്ല രീതിയിലുള്ള 100 മേനി കൊയ്യാവുന്ന രീതിയിലുള്ള നമുക്ക് ഫലം ലഭിച്ചിട്ടുണ്ട്. നമ്മളെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രോജക്റ്റ് ഇവിടെയാണ് വെച്ചത്. ഈ ഭാഗങ്ങളെല്ലാം വലിയ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. അത് 21 പേരുടെ അത്യധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാഗം ഇങ്ങനെ തെളിച്ച് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലുറപ്പ് എന്ന് പറയുന്ന ആ സംരംഭം ആദ്യം വയ്ക്കുമ്പോൾ തന്നെ ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാടശേഖരങ്ങളെല്ലാം നെൽവിത്തുകൾ ഉണ്ടാകണമെന്നുള്ള അതീവ ആഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ മറ്റാരും പറയാതെ തന്നെ വെച്ചത്. ഏറ്റവും കൂടുതൽ പറയണ്ടേ അവിടുത്തെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലിക്കാരെ, ജോലിക്കാരെന്ന് പറയാൻ ഒക്കത്തില്ല, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് വേണം പറയാൻ. കാരണം ഞാറ് നടാനും നമുക്കത് കൊയ്യാനും എല്ലാ സഹായങ്ങളും നമ്മോട് കൊടുത്ത അവർക്ക് നന്ദി ഞാൻ പറയുന്നു. തുടർന്ന് അരിവാളേന്തി എല്ലാവരും പാടത്തേക്ക് ഇറങ്ങി. മെതിയന്ത്രത്തിന്റെ സഹായത്തോടെ നെല്ല് വേർതിരിക്കൽ നടന്നതും പാടവരമ്പിൽ തന്നെയായിരുന്നു. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ ശ്രീകുമാരി, റെജി മുരിക്കേത്ത് എന്നിവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി.
പുനൂർ സജീവ്, സിറ്റി വാർത്താ ബ്യൂറോ, റാന്നി.